എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആക്കാൻ പോകുന്നത് എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ കറിയാണ്. അതിന് 3 സവാള, 3 തക്കാളി, ആവശ്യത്തിന് പച്ചമുളക്, 1 ഇഞ്ചി, 1 വില്ല് വെളുത്തുള്ളി, അങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചടപട അങ്ങ് മുറിച്ചെടുക്കാം. ആ സമയം ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാവർക്കും അവരവരെ ഉമ്മാൻ്റെ ഫുഡ് ഭയങ്കര സ്പെഷ്യലായിരിക്കും. എനിക്കും എൻ്റെ ഉമ്മാൻ്റെ ഫുഡ് ഭയങ്കര സ്പെഷ്യലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ റെസിപ്പി കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകെല്ലാം കൂടിയിട്ട് എന്ത് ചെയ്തു, ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറ് കണ്ട് ആരും ഞെട്ടണ്ട. അത് കുരുമുളക് ചതച്ചെടുത്ത സെയിം മിക്സീൻ്റെ ജാറിലാണ് നമ്മൾ ഇതാക്കിയിട്ടുള്ളത്. പിന്നെ തക്കാളി ഉള്ളിയും നല്ല കട കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ പീസുകളായിട്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ കറിയിൽ എല്ലാ പൊടികളും നമ്മൾ വറുത്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ, നല്ലോണം മൂപ്പിച്ചെടുത്തിട്ട്. അതിനാവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി, എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് പൊടി ഇടുക, പിന്നെ മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ നമ്മൾ ഇനി കുറച്ച് പെരിഞ്ചീരകം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഇങ്ങനെ അങ്ങോട്ട് വറുത്തെടുക്കണതാ. നല്ലപോലെ മൂത്ത് വരുന്നവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ പൊടികളെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇതാ ഒരു ബ്രൗൺ കളർ വന്നപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഇതിന്. അപ്പോൾ നമ്മളത് ചിക്കനിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ അങ്ങ് പെരക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ, നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക, ഇങ്ങനെ കുഴച്ചെടുക്കൂലേ. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലാണ് കേട്ടോ നമ്മൾ ചിക്കൻ കറി വെക്കാൻ പോകുന്നത്. അത് ജസ്റ്റ് ഒന്ന് ചൂടായിക്കോട്ടെ എന്ന് വിചാരിച്ച് പാത്രം വെച്ചാണ്. അപ്പോഴേക്കും ഉമ്മയുണ്ട്, ഇതിലേക്ക് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ആ മസാലയിൽ. കാരണം ചിക്കനിൽ നല്ലോണം ആ മസാലയും ഉപ്പും കൂടി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പെരക്കി വെക്കണം. അത് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അത് നമ്മുടെ മറ്റേ കറീൻ്റെ ഇത് സെറ്റാകുമ്പോഴത്തേക്ക് ഈ മസാല എന്താവും, ചിക്കനുമായിട്ട് നല്ല കണക്റ്റഡ് ആകും. അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഓയിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓയിൽ വെച്ചതിന് ശേഷം അതിനൊരാൾ ഇടുന്നുണ്ട് കേട്ടോ. എന്താ ഇടുന്നത്, കുറച്ച് ഉലുവയിട്ട് ഒന്ന് ചൂടായതിന് ശേഷം ആ ഉള്ളിയും തക്കാളിയും അതിനകത്തേക്ക് ഇടുന്നതാണ്. ഉള്ളിയും തക്കാളിയും നല്ലോണം വഴണ്ട് വരണം കേട്ടോ. വഴണ്ട് വരാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇളക്കി കുറച്ച് സമയം കഴിയുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ നമുക്ക് ഉള്ളിയും തക്കാളിയും പെട്ടെന്ന് വഴണ്ട് കിട്ടും. അങ്ങനെ കുറച്ച് നമ്മൾ മൂടി വെച്ച് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അത്ര വഴണ്ടിട്ടില്ല, എന്നാലും കുറച്ചും കൂടി ഇനിയൊരു സെറ്റ് ആവാനുണ്ട്. അപ്പോൾ ഉമ്മ എന്ത് ചെയ്തു, അതിൻ്റെ മുകളിൽ കുറച്ച് കരിവേപ്പിലയും പിന്നെ നമ്മൾ ചതച്ച് വെച്ച സംഭവങ്ങളില്ലേ, എന്തൊക്കെ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, അതെന്ത് ചെയ്തു ഈ ഉള്ളിയിലും തക്കാളിയിലും ഇട്ടു. അതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞ കറിവേപ്പിലയും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കറിവേപ്പില മസ്റ്റാണ് കേട്ടോ, നല്ല സ്മെല്ലാണ്. മല്ലിച്ചപ്പ് ഇല്ലെങ്കിൽ സീനില്ല, പക്ഷെ കറിവേപ്പില ഇതിന് മസ്റ്റാണ്. എന്നിട്ട് ഇതാ നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പം നല്ല ആവി പറക്കുന്ന നല്ലൊരു ഇഞ്ചിയും വെളുത്തിൻ്റെയൊക്കെ മണം വരുന്നുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഇതുണ്ടല്ലോ, പൊടികളെല്ലാം ചേർത്ത് നമ്മൾ അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് വെച്ച സംഭവം ഈ മസാലയിലേക്ക് നമ്മൾ ചേർക്കണം കേട്ടോ. അത് ആ കറിയുടെ കളറ് കണ്ടാൽ തന്നെ നല്ല സ്പൈസിയാണ്. എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇത് നല്ലോണം ഇഷ്ടപ്പെടും. ഞങ്ങൾ കുറച്ച് എരിവിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ആ പാത്രം കഴുകിയിട്ടുള്ള വെള്ളവും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വെള്ളം ഒഴിക്കാണ്ടാണെങ്കിലും നല്ലൊരു പെരക്ക് പോലെ ആക്കാം. സംഭവം നമ്മൾ കുറച്ചുകൂടെ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് നീട്ടുന്നതാണല്ലോ. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം നീട്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ കറി ഇതാ ഒരുവിധം നമ്മളെ കറി വെന്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാന്നുള്ളൊരു കണ്ടീഷനിൽ ഉമ്മയുള്ളു. അതിൻ്റെ മുകളിലൂടെ ഉമ്മ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല ഒരു ചെറുനാരങ്ങ പിഴിയുന്നുണ്ട് കേട്ടോ. ഒരു ഫുൾ ചിക്കനാണ് നമ്മൾ വെച്ചത്, അപ്പോൾ ഒരു ചെറുനാരങ്ങ ഫുള്ളായിട്ടും പിഴിയുന്നുണ്ട്. അതിൻ്റെ മുകളിൽ എന്ത് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് പിന്നെ നമ്മൾ 6 kg ഒരു നുള്ള 6 kg കൂടി ആക്കിയാൽ നമ്മളെ കറി സെറ്റായി.